ഇത് നമ്മൾ അമൃതം പൊടിയും ഗോതമ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ജീരകവും പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു നുള്ള എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുത്ത മാവാട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് പ്ലാനിങ് ആണ് കേട്ടോ. ഇതെല്ലാവർക്കും വർക്കൗട്ട് ആവുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. നമ്മളെ ടൈമും രാവിലത്തെ ടൈം എങ്ങനെ പെട്ടെന്ന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറ്റുന്ന കാര്യമാണ്. ഒരു മണിക്കൂർ കിച്ചണിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞ് മക്കൾ കഴിഞ്ഞ് പെട്ടെന്ന് ഫ്രീ ആവാൻ പറ്റുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു ഓക്കെ മമ്മിസിനും പിന്നെ പഠിക്കാൻ പോകുന്ന അമ്മമാർക്കും കുഞ്ഞു മക്കളുടെ അമ്മമാർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്യുന്ന കാര്യമായിട്ടോ. കാരണം ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്ന അമ്മമാരാണ് അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സൺഡേസിൽ നമ്മളൊരു വീക്കിലേക്കുള്ള ഫുൾ മീൽ പ്രിപ്പറേഷൻ ചെയ്യുക. വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, എന്തൊക്കെ കറികൾ ഉണ്ടാക്കണം, അതൊക്കെ നമ്മൾ തീരുമാനിച്ച് ലിസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ രാവിലത്തേക്കുള്ള കാര്യങ്ങൾ, രാവിലത്തേക്കുള്ള ചായക്കടിക്ക് എന്തൊക്കെ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ആഴ്ച മുമ്പ് തന്നെ തീരുമാനിച്ച് കൂട്ടി വയ്ക്കുക. അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുക. നമ്മളിപ്പോൾ എക്സാമ്പിൾ ദോശയ്ക്ക് അരച്ച് വയ്ക്കുമ്പോൾ 2 ദിവസം കൂടുതൽ അരച്ച് വയ്ക്കുക. അങ്ങനെ അപ്പം നമ്മൾ ചപ്പാത്തി തലേന്ന് കുഴച്ച് വെച്ച് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയം ലാഭിക്കാം. അങ്ങനെ നമുക്ക് മോർണിംഗ് എങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാമെന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു തരികയാണ്. ഞാൻ ഇവിടെ ബീൻസും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തലേന്നേക്കുള്ള അരപ്പുകൾ അരച്ച് വെച്ചിട്ടുണ്ട്. കറിക്കുള്ള ഞാൻ മോരുകറി ഉണ്ടാക്കാനുള്ള അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരാഴ്ചത്തേക്കുള്ള തേങ്ങ ചിരവി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് ഇതാണ്, വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും ഒക്കെ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നു. ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുന്നു. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ആ കട്ട് ചെയ്യുന്ന സമയം നമുക്കവിടെ ഒഴിവാക്കാം. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ കോലം കണ്ടിട്ട് ആരും കിട്ടിയത് ഞാൻ പെട്ടെന്നുള്ളൊരു വീഡിയോ എടുക്കുകയായിരുന്നു. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. നമ്മൾ ഒരുപാട് നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, കാരണം ലോങ് വീഡിയോ സ്ഥിരമായിട്ടിടണമെന്ന് ആഗ്രഹം, പക്ഷെ നമുക്ക് പറ്റുന്നില്ല. ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാതെ പോവുകയാണ്. പിന്നെ ഞാൻ കത്തിക്ക് മൂർച്ച കൂട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ കത്തിക്ക് ഇങ്ങനെ കേട്ടോ മൂർച്ച കൂട്ടാറ്, അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ കൊണ്ടിട്ട് അരയ്ക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് മൂർച്ച കൂട്ടി കിട്ടുന്നുണ്ട് ഈ കുഞ്ഞ് ഇടിക്കല്ലിലിട്ട് അരയ്ക്കുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം കുറച്ച് നേരം ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി എന്തെങ്കിലും ഇട്ടിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ടോ. നമ്മൾ പച്ചക്കറി വാങ്ങി കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ ഇതേപോലെ കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുന്നത്, ബോക്സിലേക്ക് മാറ്റി വയ്ക്കുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് കഴുകിച്ചിട്ടും. അങ്ങനെ മക്കളുടെ ടൈമിൽ ഇമാതിരി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നമ്മൾ ശരിക്കും നമുക്ക് ഒരു പരിധി വരെ ഓരോന്ന് കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഞാൻ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കടല വെള്ളത്തിലിട്ടു. നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇച്ചൂസിന് കൊണ്ടുപോകുന്ന ഫ്രൂട്ട്സൊക്കെ കണ്ടിട്ട് ഒക്കെ എടുത്ത് ബോക്സിലാക്കി അരച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. മക്കൾ രണ്ടുകൂടെ നല്ല കളിയാണ്. ഒരാൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. നമ്മുടെ കലാവിധാനം പിന്നെ ഞാൻ കറിവേപ്പില അതൊക്കെ നമ്മുടെ ആവശ്യമായിട്ട് വാങ്ങി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ബോക്സിലാക്കിയിട്ട് വെക്കുക. ഒരാഴ്ചത്തേക്ക് എങ്ങനെയാണെന്ന് സുഖമായിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഒരു മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോ എന്നൊന്ന് റീചെക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ മോർണിംഗ് പെട്ടെന്ന് ഈസി ആയിട്ട് പണി തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.